ആരോഗ്യ സംവിധാനത്തെ ചോദ്യം ചെയ്ത് വീണ്ടും സർക്കാർ ഡോക്ടർ. മരണാനന്തര അവയവദാന പദ്ധതിയായ കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് വിമർശിച്ചു. വിമർശനം വിവാദമായതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റ് ഡോക്ടർ പിൻവലിച്ചു. ഡോക്ടർ മോഹൻദാസിന്റെ വെളിപ്പെടുത്തൽ തള്ളി കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രംഗത്തെത്തി. മെഡിക്കൽ കോളേജ് മുൻ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ വേണുഗോപാലിന്റെ മരണവാർത്ത പങ്കുവച്ചാണ് ഡോക്ടർ മോഹൻദാസ് കേസോട്ടയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. ഡോക്ടർ വേണുഗോപാലും ഡോക്ടർ രാംദാസുമാണ് കേരളത്തിലെ മൃതസഞ്ജീവിനി വിജയമാക്കി തീർത്തത്. രാംദാസ് സാറിന്റെ മരണത്തോടെ മൃതസഞ്ജീവിനി സമ്പൂർണ്ണ പരാജയമായി. കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ കടാവർ ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടില്ലെന്നും ഡോക്ടർ മോഹൻദാസ് തുറന്നടിച്ചു. അതേസമയം കേസോട്ടോ മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്ന പ്രക്രിയയിൽ നേരിട്ട് പങ്കാളിയല്ലെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ 24-നോട് പറഞ്ഞു. നേരിട്ട് കേസോട്ടോയ്ക്ക് മസ്തിഷ്കമരണ നിർണയത്തിലോ അല്ലെങ്കിൽ മസ്തിഷ്കമരണ നിർണയം നടത്തുന്ന പ്രക്രിയയിലോ ഇടപെടാറില്ല. അതുകൊണ്ട് കേസോട്ടോ പരാജയമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേസോട്ടോയുടെ സഹായമില്ലാതെ 4 വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജിൽ നടന്നുവെന്നും നേരത്തെ ഡോക്ടർ മോഹൻദാസ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. 2 പോസ്റ്റുകളും മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിക്കുകയും ചെയ്തു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.